ഗുഡ് മോർണിംഗ്. സോ അപ്പം ഇന്ന് എൻ്റെ വ്ളോഗ് എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആലനിൽ, ദാറ്റ് മീൻസ് കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ടൈമിൽ, ആലനിലേക്ക് വന്ന ടൈമിൽ ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യണം. എസ്പെഷ്യലി സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും. അതുമാത്രമല്ല, നമ്മുടെ ഇവിടെ ക്ലൈമറ്റ് എപ്പോഴും നമുക്ക് നാട്ടിലെ പോലെ എപ്പോഴും ഇങ്ങനെ വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് ദർ ആർ സർട്ടൻ തിങ്സ് ലൈക്ക് നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയാലും നമ്മുടെ ഹെൽത്തും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ കെയർ ചെയ്യണം. ബിക്കോസ് ഹെൽത്ത് ഇസ് വെൽത്ത് ആഫ്റ്റർ ഓൾ. സോ അതുകൊണ്ട് ഞാനിവിടെ വന്ന ടൈമിൽ എനിക്കിതിനെപ്പറ്റി വലിയൊരു ധാരണ ഇല്ലായിരുന്നു. ബട്ട് ദർ ആർ സർട്ടൻ റിക്വയർമെൻറ്റ്സ്. നമ്മൾ ബേസിക്കായിട്ട് നമ്മുടെ സ്കിൻ കെയറിനായാലും ഹെയർ കെയറിനായാലും ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും നമ്മളിപ്പം അലർജി ഉള്ള ആളാണെങ്കിൽ അവർക്ക് അത്യാവശ്യം വേണ്ട ടാബ്ലറ്റ്സും മെഡിസിൻസും അതെല്ലാം നമുക്ക് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒക്കെ കൺസിഡർ ചെയ്യിങ്ങോട്ട് വരുന്ന സമയത്ത് മേടിക്കുമ്പോൾ, അപ്പം അതേ രീതിയിൽ ഞാനും കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. പക്ഷെ അത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ചിലപ്പോൾ അത് സ്യൂട്ട് ആവുന്നില്ല, സ്കിന്നിന് പക്കയാവുന്നില്ല, ചേഞ്ചസ് ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പം പിന്നെ നമ്മൾ ഇവിടെ ഉള്ള തന്നെ പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഇറ്റ് സീംസ് ബിറ്റ് ഓക്കെ ആൻഡ് മച്ച് ബെറ്റർ ദാൻ ബിഫോർ. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം എന്തൊക്കെയാണ് ഒരു സർട്ടൻ ബേസിക് റിക്വയർമെൻറ്റ്സ് നിങ്ങൾ സ്കിൻ കെയറിലായാലും ഹെയർ കെയറിലായാലും ഹെൽത്തിലും എന്തൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെ വരുമ്പോൾ കരുതിയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാനും പറ്റും. സോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഞാൻ ഇവിടെ വന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ഞാൻ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ കാണിക്കുന്നത് എൻ്റെ ഹെൽത്ത് കെയർ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയർ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്തിട്ടുള്ളത് ബിക്കോസ് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഹെയർ കെയർ റുട്ടീൻ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ഗൈസ് വാണ്ട് ടു സീ ദാറ്റ് യു ഗൈസ് ക്യാൻ ഗോ, ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അപ്പം നമുക്ക് ആദ്യം നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ വ്ളോഗിന് വലിയ ഡ്രസ്സൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഞാൻ മേക്കപ്പ് പോലും ചെയ്തില്ല, കണ്ണെഴുതി പൊട്ടിട്ടു, ചെറുതായിട്ട് ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്കും ഇട്ടു. ഞാൻ വീട്ടിൽ ഇട്ടുന്ന ഡ്രസ്സ് തന്നെയാണ് ഇട്ടതും. ബിക്കോസ് ഇന്ന് എനിക്ക് വലിയൊരു ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗെറ്റിംഗ് സോ ഡ്രസ്ഡ് അപ്പ് ഫോർ എ വ്ളോഗ്. ബിക്കോസ് ഞാൻ ഭയങ്കര ലേസി ആണെന്ന്, എന്താണെന്നറിയില്ല, മേ ബി ഐ ഡോണ്ട് നോ. ഇടയ്ക്ക് ലേസി, ഇടയ്ക്ക് നല്ല എനർജറ്റിക്. ദാറ്റ്സ് ഇങ്ങനെ പെൻഡൗണാണല്ലോ. അപ്പം ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ആദ്യം ഞാൻ എൻ്റെ ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് ഞാൻ എന്തൊക്കെയാണെന്ന് കാണിക്കാം. നമ്മളിവിടെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ സൺലൈറ്റ് നമുക്ക് തീരെ കിട്ടുന്നില്ല. സോ വൈറ്റമിൻ ഡിയുടെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്, മെയിൻ സോഴ്സ് പറയുന്നത് സൺലൈറ്റ് ആണ്. പക്ഷേ ഇവിടെ സൺലൈറ്റ് ഉണ്ടെങ്കിലും ഇവിടുത്തെ സൺലൈറ്റിൽ കൂടുതൽ UV റേസ്. അപ്പോൾ സ്കിൻ പ്രോബ്ലംസും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് ഞാനിവിടെ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. ദാറ്റ്സ് ഓരോ ടാബ്ലറ്റ് ഓരോ വീക്ക് വെച്ച് അങ്ങനെ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ഞാൻ എടുക്കുന്നുണ്ട്. ബിക്കോസ് ഞങ്ങൾ കഴിഞ്ഞ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും എൻ്റെ ഹസ്ബൻഡും വൈറ്റമിൻ ഡി ഭയങ്കര താഴെയായിരുന്നു. മീൻസ് ലെസ് ദാൻ 20 ആയിരുന്നു. അപ്പം വൈറ്റമിൻ ഡി എന്തായാലും ഞങ്ങൾ കഴിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ മറവിയൊക്കെ ഉണ്ട്, കാരണം നമ്മൾ മനുഷ്യരാണല്ലോ ഗൈസ്. അപ്പോൾ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ഞാൻ എടുക്കുന്നുണ്ട്. സോ ദാറ്റ്സ് വൺ തിങ്, ഇറ്റ്സ് വെരി എസെൻഷ്യൽ. കാരണം വൈറ്റമിൻ ഡി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും കരുതിയിരിക്കണം. കാരണം ഇവിടെ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ അതേമാതിരി ഇഷ്യൂസ് നമുക്ക് തണുപ്പാകുമ്പം ബോണ്ട പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് കാലുവേദന, മുട്ടുവേദന, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. സോ വൈറ്റമിൻ ഡി ഈസ് എ മസ്റ്റ്. ദിസ് ഇസ് എ സേവിയർ ഗൈസ്. എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, മാഗ്നീഷ്യം ആണ്. മാഗ്നീഷ്യം ഇസ് ഗുഡ് ഫോർ ലൈക്ക് റെഡ്യൂസ് ടയർഡ്നെസ്, ഫെറ്റീഗ്, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ബെനിഫിറ്റ്സും ഉണ്ട് മാഗ്നീഷ്യം കൊണ്ട്. പിന്നെ ഓൾസോ ഇറ്റ്സ് ഗുഡ് ഫോർ ബോൺസ്. കാരണം തണുപ്പാവുന്ന സമയത്ത് ചിലവർക്ക്, എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, തണുപ്പാകുമ്പോൾ ഈ മുട്ടിൻ്റെ അവിടെയൊക്കെ ആകുമ്പം ഈ ജോയിൻസിലൊക്കെ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ വേദന ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ വെയിറ്റ് കൂടിയതാണ് എന്നാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ അടിക്കുമായിരുന്നു. പിന്നാണ് പലയിടത്തും നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദാറ്റ് മീൻസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പലരുടെ നോളജ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ഇവിടെ തണുപ്പ് പോകുമ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ മാഗ്നീഷ്യം ഇസ് ഓൾസോ എ മസ്റ്റ് എന്നെനിക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ഗുഡ്, മസ്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് മാഗ്നീഷ്യം ഇസ് ഗുഡ്. മാഗ്നീഷ്യം എടുക്കാൻ തുടങ്ങിയ ടൈമിൽ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. തണുപ്പാകുമ്പോൾ എനിക്ക് അങ്ങനെ പഴയതുപോലെ വേദനയൊന്നും എനിക്ക് വരാറില്ല. പിന്നെ ഇത് ഞാൻ എടുക്കുന്നത് രാത്രിയാണ്. മാഗ്നീഷ്യം എപ്പോഴും നല്ലത് രാത്രി എടുക്കാനാണെന്ന് ഡോക്ടേഴ്സ് കൂടുതലും പറയണേ. അപ്പോൾ ഓരോ ടാബ്ലറ്റ് വെച്ച് ഓരോ ദിവസം നിങ്ങൾക്ക് എടുക്കാം. പിന്നെ മെയിൻ തിങ്, കഴിഞ്ഞ ഒരു മന്തിൽ ഞാൻ
ഇവിടുത്തെ ഡോക്ടേഴ്സിനെ ഇവിടെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തായിരുന്നു. ഡോക്ടർ ഇൻ ദ സെൻസ് ലൈക്ക് ഞാനിപ്പോഴും എൻ്റെ ജോലിയുടെ ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോഴും ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണ് അറ്റ് ദ സെയിം ടൈം. അപ്പം എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഹെൽത്ത് കെയർ ഒരു ഇതുണ്ട്. അപ്പം അവിടെ പോയി നമുക്ക് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ പ്രയറായിട്ടൊരു ബുക്കിംഗ് ചെയ്തിരിക്കണം. ബുക്കിങ്ങിനനുസരിച്ചാണ് നമുക്ക് അവിടെ പോയി കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് എല്ലാവർക്കും ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. സോ യൂസ് ഇറ്റ് ടു ദ കംപ്ലീറ്റ്. കാരണം നമുക്ക് ഇവിടെ ഒരു ഡോക്ടറെ കാണാൻ പോകുക അല്ലെങ്കിൽ GP കൺസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ്. ചിലപ്പോൾ നമ്മൾ 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു ഡോക്ടറെ കാണണമെങ്കിൽ തന്നെ. സോ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും പനിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ മെഡിസിൻ്റെ മാത്രം പേ ചെയ്താൽ മതി. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഫീസ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വൈറ്റമിൻ B കോംപ്ലെക്സ്, ദറ്റ് മീൻസ് വൈറ്റമിൻ B12 കുറവാണ്. സോ യു ഷുഡ് ടേക്ക് ദിസ് ഇഫ് ഇറ്റ് ഈസ് വെരി ലോ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങും നമ്മുടെ മെമ്മറി ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇതൊരെടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ആൻഡ് ഓൾസോ തണുപ്പാകുന്ന വൈറ്റമിൻ B കുറവാണെങ്കിൽ നമ്മുടെ ചുണ്ട് നല്ലതായിട്ട് ഡ്രൈ ചെയ്ത് ചാപ്ഡ് ലിപ്സ് പോലാകും. സോ അത് ഈ ഒരു സപ്ലിമെൻറ്റ് എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് വരുന്നത്. സോ ഡു ടേക്ക് ദിസ് സപ്ലിമെൻറ്റ്. നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, വൈറ്റമിൻ B കോംപ്ലെക്സ്. ഇത് നമ്മുടെ ഇവിടുത്തെ ബൂട്ട്സ് ഫാർമസീസ് എല്ലായിടത്തും അവൈലബിൾ ആണ്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഞാൻ അടുത്ത ഒരെണ്ണം എടുക്കുന്നത്. പിന്നെ ഞാൻ നാട്ടിൽ വെച്ച് ഞാൻ ഹോസ്റ്റലിൽ വെച്ച് എടുക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആയിരുന്നു കോട്ട് ലിവർ ഓയിൽ. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അമ്മ ഇങ്ങനെ ടിൻ കണക്ക് വലിയ പാക്കറ്റ് വാങ്ങിച്ചു. ഞാനിങ്ങനെ ചോറ് പോലെ ഇങ്ങനെ കഴിക്കാൻ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ ടാബ്ലറ്റ് കഴിക്കാൻ. സാധാരണപ്പെട്ട ആർക്കും അത് ഇഷ്ടപ്പെടില്ല, കാരണം അത് പൊട്ടിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ലിക്വിഡിൻ്റെ ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് ആ ലിക്വിഡിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ടാബ്ലറ്റ്, ഈ ഒരു ക്യാപ്സ്യൂള് ഞാൻ നാട്ടിൽ വെച്ച് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോസ്റ്റലുള്ള സമയത്ത്, ഐ മീൻസ് ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലുള്ള സമയത്ത് ഞാനിതിൻ്റെ ഒരു പാക്കറ്റ് കൊണ്ടുപോയിരുന്നു, ഒരു ബോട്ടിൽ. എന്നിട്ട് ഞാൻ എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് വലുതായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് വലുതായിട്ട് എനിക്ക് മുടി കൊഴിച്ചില്ലായിരുന്നു. സാധാരണ ഹോസ്റ്റലിലെ വാട്ടറും അതൊക്കെ കാരണം, ചെന്നൈ ആയതുകൊണ്ട് ഉപ്പുവെള്ളവും ഒക്കെ കാരണം ഏകദേശം നമുക്ക് മുടി കൊഴിയാനും മുടിയുടെ ഡാമേജ് വരാനും ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഞാൻ ഈ കോട്ട് ലിവർ ഓയിൽ എല്ലാ ദിവസവും എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി മുടി കൊഴിച്ചിലുണ്ടെങ്കിലും അത്രയ്ക്ക് ഒരു ഭയങ്കര കൊഴിച്ചിൽ എനിക്ക് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ വേണമെങ്കിൽ ഞാൻ കാണിക്കാം എൻ്റെ ഹോസ്റ്റലിൽ എനിക്ക് എത്രമാത്രം മുടി ഉണ്ടായിരുന്നു എന്ന്. സ്റ്റിൽ ഞാൻ എനിക്ക് വലുതായിട്ട് മുടി കൊഴിച്ചില്ല, എന്നാലും എനിക്ക് എത്രമാത്രം മുടി ഹോസ്റ്റലിൽ വെച്ചുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. സോ ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഒരു സപ്ലിമെൻ്റ് ആണ് എടുക്കേണ്ടത്, ബിക്കോസ് ഇറ്റ് റിയലി ഗുഡ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കോട്ട് ലിവർ ഓയിലാണ്. ഇത് പ്ലസ് മൾട്ടി വൈറ്റമിൻസും ഉണ്ട്, വിത്ത് വൈറ്റമിൻ D ഉണ്ടാകത്തുണ്ട്. സോ ഇത് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ എടുക്കാറില്ല, കാരണം കുറേ കഴിച്ചു ഞാൻ. കുറച്ചും കൂടെ ഉണ്ട് ഇതിനകത്ത്, ഏകദേശം ഒരു 10-15-20 ടാബ്ലറ്റ്സിൻ്റെ ക്യാപ്സ്യൂൾസിൻ്റെ അത് കാണും. സോ അത് ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് പോയതാണ്, കാരണം ഞാനും മനുഷ്യനാളില്ലേ, ഇടയ്ക്ക് മറവും പിന്നെ മടിയാവും. അങ്ങനെ ഇതെടുക്കുന്നുണ്ട്. ഇപ്പം ഇതാണ് കുറച്ച് ഞാൻ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. ദാറ്റ് മീൻസ് ഹെൽത്തിന് വേണ്ടി ഞാൻ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഈ ഇത്രയെണ്ണമാണ്. പിന്നെ അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് അത്യാവശ്യം മെറൈൻ കൊളാജൻ ആണ് ഏകദേശം അതിനകത്ത് കോണ്ടന്റ് വരുന്നത്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മാത്രം മതി. ബിക്കോസ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് ഓൾസോ ഇത് യൂസ് ചെയ്ത് എനിക്ക് ചേഞ്ചസും ഉണ്ടായിട്ടുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്, നല്ലൊരു പ്രോഡക്റ്റ് ആണ് ആക്ച്വലി. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കൊളാജൻ മെറൈൻ പെപ്റ്റൈഡ് ആണ്. ഇത് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഹെയർ ഫോളിനും എല്ലാത്തിനും വേണ്ടി വൈറ്റമിൻ B12 നല്ലതാണ്. അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ഓൾസോ യൂസ് ദിസ് കൊളാജൻ ആക്ച്വലി. അപ്പം ഇത് കൊളാജൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് റേറ്റ് കൂടാനുള്ളതിൻ്റെ റീസൺ ഇസ് ബിക്കോസ് ഇതിൻ്റെ അകത്ത് ഈ കൊളാജൻ ഇസ് ഈക്വലി ഇറ്റ് വിൽ ബെനിഫിറ്റ് യുവർ ഹെയർ, സ്കിൻ, നെയിൽസ് ആൻഡ് ജോയിൻറ്റ്. ഇപ്പം ഈ 4 എണ്ണത്തിനും കൂടെ ഇത് ബെനിഫിഷ്യലാണ്. അതുകൊണ്ടാണ് ഈ കൊളാജൻ ഈ ഒരു പ്രോഡക്റ്റിന് കുറച്ച് പ്രൈസ് വരുന്നത്. ഐ തിങ്ക് ഇറ്റ് കംസ് നിയർ ടു 31 euros. ഇത് ഫാർമസിയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് ആക്ച്വലി. നല്ല പ്രോഡക്റ്റാണ് അവരുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഇവർ റെക്കമെൻഡ് ചെയ്തത്, ഫാർമസിയിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ രാത്രിയിൽ അല്ലെങ്കിൽ രാവിലെയോ നമ്മൾ 2 സ്പൂൺ വീതം ഓരോ ദിവസം നമ്മൾ വെള്ളത്തിൽ കലക്കി ഡൈല്യൂട്ട് ചെയ്താണ് ഇത്
കൺസ്യൂം ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഹെയറിന് നല്ലതാണ്, സ്കിന്നിനും നല്ലതാണ്, നെയിൽസിനും നല്ലതാണ്, ജോയിൻറ്റിനും നല്ലതാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ മസ്റ്റ് യൂസ് എന്ന് പറയത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ചോയ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്താൽ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഗമ്മീസ് അവൈലബിൾ ആണ് ഇൻ ലൈക്ക് ഇതൊരു പൊടി പോലാണ്, പൗഡർ ബേസ്ഡ് ആണ്. ഈ പൗഡറിന് ഒരു ടേസ്റ്റും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ഒരു എന്താ പറയുക, ടേസ്റ്റ്ലെസ് ആണ് ആക്ച്വലി. മണവും ഇല്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ വിചാരിക്കും മെറൈൻ അല്ലേ, അപ്പം മീൻ്റെ വാട അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ല് കാണുന്നു. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഈ പ്രോഡക്റ്റ് ഇസ് റിയലി ഗുഡ്. ഇറ്റ് വർക്ക്സ് ഫോർ മീ അ ലോട്ട്. ഞാനിത് 2 മാസം ഞാൻ അടുപ്പിച്ച് യൂസ് ചെയ്ത് എനിക്ക് മുടി വളരുന്ന മുടിയുടെ ഗ്രോത്തിലായാലും എനിക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ദിസ് വൺ തിങ്. ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ എൻ്റെ എന്താ പറയുക ഹെൽത്ത് കെയറിന് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ നമുക്കിനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും, ബിക്കോസ് ഇറ്റ്സ് ബ്യൂട്ടി കെയർ, സ്കിൻ കെയർ. ആക്ച്വലി സ്കിൻ കെയറും ബ്യൂട്ടി കെയറും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഒരു ഇൻഡിവിജ്വൽ അവരുടെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിൻ്റെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഏജിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ പിഗ്മെൻറ്റേഷൻ, ഇങ്ങനെയുള്ള ഓരോരോ കാര്യത്തിന് വേണ്ടി സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സ്കിൻ കെയർ പ്രോഡക്ട്സ്. ബ്യൂട്ടി പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനെയും മൂക്കിനെയും ചുണ്ടിനെയും മൂത്തിനെയും നമ്മുടെ ജോ ലൈനെയൊക്കെ ബ്യൂട്ടിഫൈ ചെയ്ത് ഹൈ ഡെഫിനിഷനിൽ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് ബ്യൂട്ടി പ്രോഡക്ട്സ് പറയാം. സോ ദാറ്റ് കംസ് ലൈക്ക് ലിപ്സ്റ്റിക് വരാം, മസ്കാര വരാം, ഐ ഷാഡോസ്, ഐ ലൈനേഴ്സ്, ബ്ലഷ്, ഹൈലൈറ്റേഴ്സ്, കോൺടോഴ്സ്, all those comes foundation. ഇതൊക്കെ ഒരു ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ്. സോ ഞാൻ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ഓൾസോ ഇതൊക്കെ ഒരു ബേസിക് ആയിട്ട് നമ്മളൊരു വേറൊരു സ്ഥലത്ത്, എസ്പെഷ്യലി ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് ഒരു എന്താ പറയുക, ഒരു തണുത്ത കാലാവസ്ഥയിലോട്ട് പോകുന്ന സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കുറച്ച് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ കാണിക്കുന്നത്. സോ ആദ്യം ഞാൻ കാണിക്കുന്നത്, എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ഈ ഒരു കാര്യമായിരുന്നു. കാരണം എൻ്റെ ഡ്രൈ സ്കിൻ ആണ്. അപ്പം വിൻ്റർ ആവുന്ന സമയത്ത് ഇവിടുത്തെ ഒരു നോർമൽ ക്ലൈമറ്റ് വെച്ച്, അയർലൻഡിലെ നോർമൽ ക്ലൈമറ്റ് വെച്ച് എനിക്ക് ഒരു നല്ല മോയ്സ്ചറൈസർ ഇല്ലാതെ ഭയങ്കര പാടാണ്. കാരണം ആദ്യമൊക്കെ എൻ്റെ മുഖത്ത് ഇങ്ങനെ പാടുകളല്ല, ലൈക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പാച്ചസ് പോലെ ഇങ്ങനെ വരുമായിരുന്നു. സോ ദാറ്റ്സ് വാസ്, എനിക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നാറുണ്ട്, ഈവൻ ദോ ഐ അപ്ലൈ എ മോയ്സ്ചറൈസർ. സോ ഇവിടെ വന്നപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഞാൻ രണ്ടെണ്ണം ഞാൻ ട്രൈ ചെയ്തു, അതൊന്നും എനിക്ക് നടന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഒരു മോയ്സ്ചറൈസറിലെത്തി. ദോ ദാറ്റ്സ് വൺ ഇസ് സീറാവേ. എൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, സീറാവി. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തു. ഇറ്റ് റിയലി വർക്ക്സ് വിത്ത് മീ എ ലോട്ട്. ഇറ്റ്സ് റിയലി എ ഗുഡ് പ്രോഡക്റ്റ്. ഇത് നല്ല ഡ്രൈ സ്കിൻ, ദാറ്റ് മീൻസ് വെരി ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നിന് നല്ലൊരു കമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സോ ഇഫ് യു ഗൈസ് വാണ്ട് ടു ഹാവ് എ ട്രൈ വിത്ത് ദിസ്, പ്ലീസ് ഡു. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. ഇതെനിക്ക് നല്ലപോലെ വർക്ക് ചെയ്യും. ഈവൻ ഫോർ ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് ബേസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ മോയ്സ്ചറൈസർ ഈസ് എ മസ്റ്റ് എന്ന് ഞാൻ പറയും. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ സ്കിൻ കെയറിൽ ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ ഇപ്പം ഞാൻ കാണിച്ച മുഖത്തിടുന്ന മോയ്സ്ചറൈസറാണ്. മുഖത്തിടുന്ന ഞാനെടുത്ത് ദേഹത്തെടുത്തില്ല, അല്ലെങ്കിൽ ദേഹത്തെടുന്ന മോയ്സ്ചറൈസർ എടുത്ത് മുഖത്തിടല്ല. ബിക്കോസ് എനിക്കറിയില്ല, എല്ലാവരും അത്, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു യൂസ് ദീസ് ബേസിക് തിങ്സ് മൈറ്റ് നോ ദ ഡിഫറൻസ്. നമ്മൾ ഫേസിലിടുന്ന മോയ്സ്ചറൈസർ കുറച്ചും കൂടി ഒരു ലൈറ്റ്, ഒരു ക്രീമി, നോട്ട് സോ ഹാർഡായിട്ടുള്ള ഒരു ടെക്സ്ചറിലുള്ള മോയ്സ്ചറൈസേഴ്സ് അല്ല. പക്ഷെ നമ്മൾ ബോഡിയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അങ്ങനെ ഒരെണ്ണം ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് E45 ക്രീമായിരുന്നു ഞാൻ ബോഡിയിൽ തേക്കുന്ന മോയ്സ്ചറൈസർ. കാരണം എൻ്റെ ബോഡിയും നല്ല ഹൈപ്പർ ഡ്രൈ ആണ്. സോ എനിക്ക് കുളിച്ചിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആ ചെറിയ നനവോടെ തന്നെ എനിക്കിത് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ കാര്യം കട്ട പോകയാണ് സത്യം പറഞ്ഞാൽ. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രൈ ആയി ഞാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് ഒരു ടൈമിൽ ഭയങ്കര ചൊറിച്ചിൽ വരും, ഇത് ഹൈപ്പറായിട്ട് ഡ്രൈ ആകുമ്പോൾ. പിന്നെ ഒരു കാര്യം, നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർ ഈ ചൂട് വെള്ളത്തിൽ, മീൻസ് ഭയങ്കര തിളച്ച വെള്ളത്തിലും ഒരു ഭയങ്കര ഹോട്ട് വാട്ടറിൽ കുളിക്കരുത്. കാരണം നമ്മൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ പിന്നെയും നമ്മുടെ ദേഹം ഡ്രൈ ആവത്തേ ഉള്ളൂ. സോ ഒരു മൈൽഡ് രീതിയിലുള്ളൊരു ഷവറെ നമ്മൾ എടുക്കുക. ദാറ്റ് മീൻസ്
നമ്മളൊരു ഭയങ്കര കോൾഡും അല്ല എന്നാൽ ഭയങ്കര ചൂടും അല്ല. കാരണം ആ ഒരു മൈൽഡ് രീതിയിലുള്ളൊരു വെള്ളത്തിൽ കുളിക്കുമ്പോഴായിരിക്കും ഡ്രൈ സ്കിന്നായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ ചൊറിയും ഒക്കെ വരും. ചൊറി വരുന്ന ഇത് ഭയങ്കര സ്കിൻ ഡ്രൈ ആകുമ്പോഴാണ്. സോ ഒരു ബോഡി മോയ്സ്ചറൈസർ ഈസ് എ മസ്റ്റ്. ഞാൻ യൂസ് ചെയ്യുന്ന E45 ക്രീമാണ്. ഞാനൊരു വലിയൊരു ബോട്ടിൽ വാങ്ങിക്കും. അത് എത്ര പ്രൈസ് ആണെങ്കിൽ ഞാൻ വാങ്ങിക്കും. കാരണം അല്ലെങ്കിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെടും, എനിക്ക് ചൊറിയാൻ വയ്യ. അതുകൊണ്ട് സോ ഈ ഒരു ബോട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3-4 months നിൽക്കും ഈ ഒരു ബോട്ടിൽ ഏകദേശം. ഇപ്പം ഏകദേശം തീരാറായി. ഞാനിപ്പോൾ ഇത് തീരാറായതുകൊണ്ട് ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ കുളിക്കുന്ന സമയത്ത് അവിടെ വെച്ച് അപ്ലൈ ചെയ്യാനായിട്ട് ഞാനങ്ങ് മാറ്റി വെച്ചേക്കുവാ ഇപ്പോൾ. കാരണം ഇത്തിരി ഉള്ളൂ, കാരണം അതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തേക്കാണ്. ഇതുവരെ തീർന്നിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. സോ ബോഡി മോയ്സ്ചറൈസർ ഈസ് എ മസ്റ്റ്. അപ്പം ആ ഒരു മോയ്സ്ചറൈസർ തീരാറായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയുള്ള ഒരു മോയ്സ്ചറൈസർ മേടിച്ചു. അത് കുറച്ചും കൂടി സെൻറ്റഡ് ആണ്, അത്യാവശ്യം എനിക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല. ഇത് റിച്വൽസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്മോൾ ബ്രാൻഡിൻ്റെ ആണിത്. വലിയ റേറ്റ് അല്ല, ഇറ്റ്സ് അഫോർഡബിൾ ആണ് ആക്ച്വലി. സോ ഇത് ഇറ്റ്സ് എ റിച്വൽ ഓഫ് സെക്യൂറ ബോഡി ക്രീമാണ്. റിച്ച് മിൽക്ക് ആൻഡ് ചെറി ബ്ലോസം, ഇതാണ് ഇതിൻ്റെ മെയിൻ കോണ്ടന്റ്. അപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. ഞാനിപ്പം വീട്ടിൽ ഞാൻ നിൽക്കുമ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇതാണ് ബോഡി മോയ്സ്ചറൈസർ. E45 ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ബോഡി മോയ്സ്ചറൈസേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡി മോയ്സ്ചറൈസർ, ഫേസ് മോയ്സ്ചറൈസർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്ത് വേണ്ടത് ഇവിടുത്തെ സീറം. ലൈക്ക് ഞാൻ ലോറിയലിൻ്റെ സീറമായിരുന്നു യൂസ് ചെയ്തുകൊണ്ട്, ഹൈലൂറോണിക് സീറം. എൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റാണെന്ന് എനിക്കറിയില്ല, തെറ്റാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അല്ല നിങ്ങൾക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയാമെങ്കിൽ പ്ലീസ് ഡു പുട്ട് ഇൻ ദ കോമെൻറ്റ് ബോക്സ്. സോ ഹൈലൂറോണിക് സീറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ലോറിയലിൻ്റെ, അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ സീറംസ് വാങ്ങിക്കാൻ തുടങ്ങി. സോ അങ്ങനെ ഞാൻ മേടിച്ച ഒരു സീറമാണ് ക്ലാരൻസിൻ്റെ ഡബിൾ സീറം. അപ്പോൾ ഈ സീറം ഞാൻ വാങ്ങിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചുളിവും കാര്യങ്ങളൊക്കെ വരും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ എത്രയൊക്കെ ഒരു മോയ്സ്ചറൈസേഴ്സ് ഡു ഹെൽപ്പ് എ ലോട്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നല്ലൊരു സീറം യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. ആ സീറത്തിന് വേണ്ടി കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിലും യു ഹാവ് ടു ബൈ ഇറ്റ്, ബിക്കോസ് ഇതൊക്കെ ബേസിക് സ്കിൻ കെയർ. നമ്മുടെ ഈ സ്കിൻ എന്ന് പറയുന്നത് ജീവിതകാലം വേണ്ട ഒരു സാധനമാണ്, മരിക്കുന്നവരെ. സോ ആ സ്കിന്നിനെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ട സമയത്ത് അത് ബെസ്റ്റ് ആണെങ്കിൽ അതിന് കൊടുക്കാനുള്ള പ്രൈസ് ഉണ്ടെങ്കിൽ അല്ല, അതിന് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് കുറച്ചുകൂടെ ഹൈ ആണെങ്കിലും യു ഷുഡ് അഫോർഡ് ഇറ്റ് എന്നേ പറയത്തുള്ളൂ. കാരണം നമുക്ക് ഈ സ്കിന്ന് വേണ്ടതല്ലേ ഗൈസ്, വേണ്ടേ? എത്ര നാൾ ഇവിടെ ജീവിക്കുന്ന ആ സമയത്തല്ലേ സ്കിന്നിന് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ആ സ്കിന്നിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ അതിനുവേണ്ടി നല്ല പ്രോഡക്ട്സും വാങ്ങിച്ച് ഉപയോഗിക്കുക. അല്ല കാണുന്ന അല്ലെങ്കിൽ ഇത് ചീപ്പാണ് എന്ന് പറഞ്ഞ് നമ്മളത് യൂസ് ചെയ്തിട്ട് ഒരു വലിയ പാണ്ടാവുന്ന കാര്യമില്ലല്ലോ. സോ ഞാനതുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു ഡബിൾ സീറമാണ്. ഇറ്റ്സ് ഭയങ്കര എഫക്റ്റീവ് ആണ് ആക്ച്വലി. ഇത് ഡബിൾ സീറമാണ്. ഇതിൻ്റെ താഴെ ഒരു വേർഷനുണ്ട്, ദാറ്റ് ഈസ് എ സിമ്പിൾ സീറം. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി കോണ്ടന്റ് കൂടുതലാണ്, കുറച്ചും കൂടി ഹൈപ്പർ കോണ്ടന്റ് ഉള്ളതാണ് ഈ ഒരു സീറം. കാരണം എൻ്റെ സ്കിൻ അത്രയും ആവശ്യമുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ലിപ്പിഡ് സിസ്റ്റം പ്ലസ് ഹൈഡ്രിക് എന്ന് പറഞ്ഞൊരു ഡബിൾ സീറം ആണ്. ഇത് ക്ലാരൻസിനാണ്. കുറച്ച് കോസ്റ്റ്ലി ആണ് ആക്ച്വലി, ബട്ട് നോട്ട് ദാറ്റ് കോസ്റ്റ്ലി. ഓക്കെ, പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ രാത്രിയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്മെൽ ഇറ്റ്സ് ലൈക്ക് വെരി മൈൽഡാണ്. ഇറ്റ്സ് നോട്ട് സോ ഹാർഡ് സ്മെല്ലിങ് ടൈപ്പ് ഒരു പ്രോഡക്റ്റ് അല്ല, ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് എൻ്റെ സ്കിന്നുമായിട്ട് നല്ലപോലെ എനിക്ക് കമ്പാറ്റബിൾ ആണ്. സോ ദിസ് ഈസ് വൺ സീറം ഐ യൂസ്. പിന്നെ ഇതും അത്യാവശ്യം കുറച്ച് പ്രൈസി ആണ്. ലാൻകോമിൻ്റെ ഒരു സീറമാണ് ആക്ച്വലി. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിലിൻ്റെ അകത്ത് 3 അറകളുണ്ട്. അപ്പോൾ ഈ 3 അറകളിൽ ഓരോ സീറമാണ്. സോ ദർ ആർ 3 സീറംസ് ഇൻ ദ സിംഗിൾ ബോട്ടിൽ. സോ അതുകൊണ്ടാണ് എനിക്ക് ഓരോ സീറത്തിന് വേണ്ടി പൈസ ചിലവാക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം അങ്ങ് മേടിച്ചു. ഈ ഒരെണ്ണത്തിനകത്ത് ഈ 3 സീറം ഉണ്ട്. സോ ദർ ഈസ് ഹൈലൂറോണിക് സീറം, നൈസിനമൈഡ് ആൻഡ് ഫെറുലിക് ആസിഡ്. സോ ഈ 3 എണ്ണം എൻ്റെ സ്കിന്നുമായിട്ട് പക്കയായിട്ട് പോകുന്ന ഒരു സാധനം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യും. ഇതില്ലാതെ എനിക്ക് പറ്റാത്ത അവസ്ഥ ഇപ്പം. സീരിയസ്ലി ഈ ഒരു പ്രോഡക്റ്റ് ഇസ് റിയലി ഗുഡ്. ലാൻകോമിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു സീറം, ഇറ്റ്സ് റിയലി ഗുഡ്. ഇഫ് യു ഗൈസ് വാണ്ട് ഹാവ് എ ട്രൈ, യു ക്യാൻ ഹാവ് എ ട്രൈ ഇഫ് യു വാണ്ട്. പ്രൈസ് കണ്ട് നിങ്ങളായിരിക്കും ഞെട്ടരുത്, എനിക്കതേ പറയാനുള്ളൂ.
സോ ദിസ് ഇസ് എ ഗുഡ് പ്രോഡക്റ്റ്. എൻ്റെ സ്കിന്നുമായിട്ട് പക്കയായിട്ട് പോകുന്നുണ്ട്. കാരണം എനിക്ക് ഇതിനായിട്ട് ഇനി ഹൈലിയോണിക് സീറം അല്ലെങ്കിൽ നൈസിനമൈഡ് അല്ലെങ്കിൽ ഫ്യൂറലിക് അതൊന്നും ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങിക്കുന്നില്ല, എല്ലാം കൂടെ ഒരെണ്ണം കിട്ടും. അപ്പോൾ ഇത് പമ്പിങ് സിസ്റ്റം ആണ് ആക്ച്വലി. ഞാൻ ഒരു പമ്പ് മതി ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. സോ പമ്പ് ചെയ്ത് ഇപ്പം ഏകദേശം കുറേ പമ്പായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ദിസ് ലാസ്റ്റ് ഫോർ മോർ ദാൻ 2 or 3 months, ദാറ്റ് ഡിപ്പെൻസ്. ഒരു പമ്പ് ആവശ്യമുള്ളൂ. ഒരു പമ്പാണെങ്കിൽ ഏകദേശം ഒരു 4-5 മാസം ഇതിനകത്ത് പോകുന്ന ഒരു സംഭവമാണ്. പിന്നെ വിൻ്റർ ആകുമ്പോൾ എനിക്കായാലും എൻ്റെ ഹസ്ബൻഡിനായാലും വലിയൊരു പ്രശ്നം വരുന്നത് ചുണ്ട് കീറി അങ്ങ് ഡ്രൈ ആയിട്ട് ഇതങ്ങ് പൊട്ടിക്കഴിയുമ്പോൾ വേദന വരും, ബ്ലഡ് വരും, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് നല്ലൊരു ലിപ് ബാം നമുക്ക് വേണം. സോ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത്. ലെബലോ തന്നെ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ലിപ് ബാമാണ്. കാരണം ലൈക്ക് വീട്ടിലുള്ള സമയത്ത് ഞാൻ എന്താ പറയുക, കിടക്കുന്നതിന് മുമ്പേ അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. ഇറ്റ്സ് വെരി മോയ്സ്റ്റി ആണിത്. സോറി, നല്ല ഹൈഡ്രേറ്റിംഗ് ലിപ് ബാമാണ് ആക്ച്വലി. ആൻഡ് ഇറ്റ്സ് ഓൾസോ റിയലി എ ഗുഡ് വൺ. വലിയ ബോറൊന്നും അല്ല. ഓക്കെ, ഇത് ഞാൻ വീട്ടിലേക്ക് സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സിനൂടെ ഞാനിത് യൂസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നു, ഒരിക്കലും ഞാൻ ഈ ലിപ് ബാം യൂസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സുമായിട്ട് ഈ ഒരു ലിപ് ബാമാണ്. ഐ ഡോണ്ട് തിങ്ക് യു മൈസ് ഹാവ് സീൻ ദിസ് വൺ ബിക്കോസ് ഇതൊരു ഓറിഫ്ലെയിം എന്ന് പറഞ്ഞ ബ്രാൻഡിനെയാണ്. ഇറ്റ്സ് സ്വീഡിഷ് ബ്രാൻഡ് ആക്ച്വലി. എനിക്കിതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഗിഫ്റ്റ് ഇൻ ദ സെൻസ് ലൈക്ക് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് പാർട്ട് ടൈമിന് സെർച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരെണ്ണം ഈ സെയിൽസ് മാർക്കറ്റിംഗ് സൈഡിലായിട്ട് ഒരെണ്ണം ഒരു ജോബ് ഇങ്ങനെ വന്നായിരുന്നു. അത് ഇവിടുത്തെ ഒരു ഐറിഷ് ലേഡി, ഞങ്ങൾ അതെങ്ങനെ വന്നതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്ന് FB വഴിയാണെന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ. അപ്പം പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചു ഓറിഫ്ലെയിമിൻ്റെ പ്രോഡക്റ്റ്സ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനാണ്. സോ ഇവിടെ ക്ലയൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ വർക്ക് ഫോർ ഇറ്റ് എന്ന്. അപ്പം ഞാൻ ആലോചിച്ചു സ്റ്റാർട്ടിങ് ടൈമിൽ എനിക്ക് ഇങ്ങനൊരു ജോബ് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഇവിടെ വലിയൊരു കസ്റ്റമർ ബേസ് എനിക്കില്ലെങ്കിൽ ഇവിടെ അറിയാവുന്ന ആൾക്കാർ അലനിലില്ല. പിന്നെ നാട്ടിലാണെങ്കിലും പഠിക്കുന്നതിന് ഇടയ്ക്ക് ഇത് പാടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഞാനത് കളഞ്ഞു. പക്ഷെ അത്യാവശ്യം നൈസ് ആയിരുന്നു. കാരണം അത്യാവശ്യം നല്ല കട്ടിപ്പണി എടുക്കേണ്ടി വരും അത്. കാരണം ആൾക്കാരെ പിടിച്ച് സാധനം വാങ്ങിപ്പിച്ച് അങ്ങനെയൊക്കെ എടുക്കാൻ I didn't want to go for that at that time. So അങ്ങനെ പുള്ളിക്കാരി എനിക്ക് ആദ്യം തന്നൊരു പ്രോഡക്റ്റാണ് ട്രൈ ചെയ്യാൻ വേണ്ടി. ബട്ട് ഇറ്റ് റിയലി വർക്ക്സ് വെൽ വിത്ത് മാറ്റ് ലിപ്സ്റ്റിക്സ് ഓർ വാട്ട് എവർ ലിപ്സ്റ്റിക്സ് യു ഗോണ വെയർ ബിഫോർ ഇറ്റ്. സോ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് ഓറിഫ്ലെയിമിൻ്റെ. ഇറ്റ്സ് എ ക്യൂട്ട് ബോട്ടിൽ ആൻഡ് എ ക്യൂട്ട് കളർ ഓൾസോ. ഇതിൻ്റെ ഇറ്റ് കംസ് എനിക്ക് തോന്നുന്നു ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ജോണറിൽ വരുന്ന ഒരു സംഭവമാണ്. And its smell is also very mild and it really works for me a lot with ലിപ്സ്റ്റിക്സിലൂടെ ഞാൻ ഇത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് അത്യാവശ്യം യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ. കാരണം മോയ്സ്ചറൈസർ വേണം, നിങ്ങൾക്ക് നല്ലൊരു ലിപ് ബാം വേണം, ബോഡി മോയ്സ്ചറൈസർ ആയാലും ഫേസ് മോയ്സ്ചറൈസറും നല്ലൊരു മോയ്സ്ചറൈസറും സീറവും ഓൾസോ യു നീഡ് ഇറ്റ് ബിക്കോസ് സീറം ഇസ് റിയലി ഗുഡ്. കാരണം നമ്മൾ ഈ ക്ലൈമറ്റിന് എന്തായാലും നമ്മൾ സീറം യൂസ് ചെയ്തേ പറ്റൂ. ഈ ഒരു ക്ലൈമറ്റിന് ഇപ്പോൾ എല്ലാവരും സീറംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, വൈറ്റമിൻ സി ആയാലും എല്ലാം. ഞാൻ വൈറ്റമിൻ സി അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല ആക്ച്വലി. ഇപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റമിൻ സി സീറത്തിന് പകരം എൻ്റെ ഒരു വൈറ്റമിൻ സി ടോണറുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ടത്തേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു കയ്യിൽ വേറൊരു സീറമാണ്, നിങ്ങളെ കാണിക്കാൻ ഞാൻ മറന്നുപോയതാണ്. ഇത് ഗ്ലോ ഡീപ്പ് സീറം റൈസ് പ്ലസ് ആൽഫ ആർബ്യൂട്ടിൻ. ഇത് കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള കുറച്ച് ട്രെൻഡിങ് പോകുന്ന ഒരു സാധനമാണിത്, ബ്യൂട്ടി ഓഫ് ജ്യൂസിൻ്റെ. ഇത് ഞാൻ ഇവിടെ TK Maxxൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഇത് ഇടയ്ക്ക് ഞാൻ വല്ലപ്പോഴും കൂടുതൽ ഞാൻ ഉപയോഗിക്കുള്ളൂ. ദിസ് കൈൻഡ് ഓഫ് ഒരു ബ്രൈറ്റനിങ് സീറമാണ് ആൻഡ് ഇറ്റ് റിയലി വർക്ക്സ് വെൽ ഫോർ ഡ്രൈ സ്കിൻ, ഐ തിങ്ക് സോ. കാരണം റൈസ് ഇസ് റിയലി ഗുഡ് ഫോർ ഡ്രൈ സ്കിൻ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, കഞ്ഞിവെള്ളം ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആക്ച്വലി. സോ ഇതിനകത്ത് റൈസ് കോണ്ടന്റും പിന്നെ ആൽഫ ആർബ്യൂട്ടിനും ഉള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഗുഡ് വൺ. ഞാൻ മേക്കപ്പ് ഒക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. നോട്ട് ഇൻ എ ഡെയിലി ടൈം ഐ ഡോണ്ട് യൂസ് ഇറ്റ്. ഡെയിലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സീറമാണ് ഇത് രണ്ടും. സീരിയസ്ലി ഞാൻ ഈ 2 സീറമേ ഞാൻ എൻ്റെ ലൈഫിൽ ഇവിടെ വന്നിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളൂ. അല്ല ഞാൻ വേറെ ഒരു സീറം ഓർഡിനറി അല്ലെങ്കിൽ മിനിമലിസ്റ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഈ 2 സീറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് റിയലി വർക്ക്സ് വെൽ ഫോർ മീ എ ലോട്ട്.
പിന്നെ എൻ്റെ ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ഞാൻ വലുതായിട്ട് കാണിക്കുന്നില്ല, ബിക്കോസ് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ബെസ്റ്റ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്, നമ്മൾ ഓവറായിട്ട് നാട്ടിലെ പോലെ എല്ലാ ദിവസവും ഓയിലിട്ട് നടക്കാമെന്ന് വിചാരിക്കരുത്. ഓയിലിട്ട് നടന്നാൽ പെട്ടെന്ന് പനി പിടിക്കും, പിന്നെ ജലദോഷമാവും, പിന്നെ മൂക്കലിപ്പ്, ഇങ്ങനെ തുടങ്ങും. പിന്നെ ഇവിടുത്തെ പനി എന്ന് പറയുമ്പോൾ നാട്ടിലെ പനി പോലെയല്ല, ഭയങ്കര ഭീകരതയാണ്, ചിലപ്പോൾ കിടന്നു പോകും. സോ അങ്ങനെയുള്ള മണ്ടത്തിലൊന്നും കാണിക്കരുത്. നമ്മൾ എന്ന് ഓയിൽ യൂസ് ചെയ്യുന്നു അന്ന് തന്നെ നമ്മൾ ഷാംപൂ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് ഇടാൻ മുടി. ബിക്കോസ് ഓയിൽ മസാജിങ് വോണ്ട് വർക്ക് ഹിയർ എ ലോട്ട്. അല്ല, ഇവിടെ വർക്കേ ചെയ്യത്തില്ല. സോ അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടേതായ യൂസ് ചെയ്യുന്ന ഓയിൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ഗുഡ് ഷാംപൂ. ഞാൻ ഈ ഷാംപൂ നേരത്തെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഗുഡ് കണ്ടീഷണർ. ഇത് രണ്ടും മസ്റ്റാണ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഹെയർ സീറം യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ എപ്പോഴും കാറ്റുണ്ട്. കാറ്റ് മുടിയിൽ അടിക്കുന്ന സമയത്ത് മുടി പെട്ടെന്ന് ഡ്രൈ ആവും, ഫ്രിസി ആവും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരും. സോ അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് അഡ്വൈസബിൾ ടു യൂസ് എ ഹെയർ സീറം. ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. കാരണം എനിക്കിത് വർക്ക് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ഒരു ബോട്ടിൽ ഞാൻ ലോറിയലിൻ്റെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് കുറച്ചും കൂടി ഞാൻ ഇതും ഹെയർ സീറമാണ്. ഇത് ഞാൻ ഇവിടുന്ന് മേടിച്ചതാണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹെയർ കെയർ റുട്ടീൻ വീഡിയോയിൽ. അപ്പം ഈ സീറം ഞാൻ യൂസ് ചെയ്യുന്നത് ബേസിക്കലി ഞാൻ ഇടയ്ക്ക് വല്ലം ഹീറ്റർ, ദാറ്റ് മീൻസ് ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആയിട്ടും ഞാനത് ഈ സീറത്തിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഓൾസോ ഗുഡ് ഫോർ ദ ഹെയർ ഓൾസോ. സോ ഇതാണ് എൻ്റെ ഹെയർ കെയർ പ്രോഡക്ട്സ്. അല്ല, ഇതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യാറൊന്നുമില്ല. പനങ്കുല പോലെ മുടി ഉണ്ടായിരുന്നു, പിന്നെ അഹങ്കാരം വരുന്ന സമയത്ത് മുടി വെട്ടാമെന്ന് തോന്നുമ്പോൾ പോയി വെട്ടി ഇപ്പം ഇത്രയേ ഉള്ളൂ. ബിക്കോസ് ഐ ആം കംഫർട്ടബിൾ. നമുക്ക് എത്ര മുടി നീളമുള്ളതിലല്ല കാര്യം, എത്ര നമുക്ക് ബാക്കിൽ ഇത്രയും ലെങ്തുണ്ടോ, അന്ന് ഇത്രയുണ്ട്, അതിലല്ല കാര്യം ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് നമുക്ക് എത്ര നീളമുള്ള മുടി ഉണ്ടെങ്കിലും ചിലരുടെ മുടിയുടെ ടെക്സ്ചർ കൊള്ളത്തില്ല, ചിലവർക്ക് ഉള്ളു കുറവായിരിക്കും, ചിലവർക്ക് അല്ലെങ്കിൽ ഓരോരോ ഹെയർ പ്രശ്നങ്ങൾ, ഇവിടെ ഫില്ലിംഗ് ഇല്ല, അവിടെ മുടി ഇവിടെ ഇല്ല, അതില്ല, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ്. പക്ഷെ മുടിയുടെ ലെങ്തിലല്ല, എത്രമാത്രം നമ്മുടെ ഹെയർ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, നല്ല ടെക്സ്ചറാണോ, നല്ല തിന്നിങ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല, അത്യാവശ്യം മുടി നല്ല രീതിയിൽ കിടക്കുന്ന ഒരു മുടിയാണെങ്കിൽ ദാറ്റ് ഈസ് എ ബെസ്റ്റ് ഹെയർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നോട്ട് ഓൺ ദ ലെങ്ത്. സൈസിലല്ല കാര്യം ഗൈസ്, മുടിയുടെ സൈസിലല്ല, മുടിയുടെ ഉള്ളിലാണ് കാര്യം. സോ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. വലിയ മുടി ഉണ്ടെങ്കിൽ മുടി പൊഴിഞ്ഞു എന്ന് കണ്ട് ഇങ്ങനെ കരയേണ്ടി വരും. സോ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ വരാതിരിക്കാനാണ് ഞാൻ മുടി വെട്ടുന്നത്. പിന്നെ എനിക്ക് കുറച്ചൊന്ന് ലൈക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു ഗോ വിത്ത് ദ ട്രെൻഡ് അറ്റ് ടൈംസ് എന്ന് തോന്നും, അപ്പം ഞാൻ പിന്നെ അങ്ങ് വെട്ടും, എൻ്റെ മൂഡ് അനുസരിച്ചാണ്. ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് എൻ്റെ പ്രോഡക്ട്സ്. സോ ഇഫ് യു ലൈക്ക് ദിസ്, പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ. അപ്പം ഇതേ പ്രോഡക്ട്സ് കയറി വരുന്ന സ്റ്റുഡൻസ് മേടിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ബിക്കോസ് ഇവിടെ വന്ന് മേടിക്കാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റും. ബട്ട് യു ഷുഡ് ഹാവ്, ഇപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ, ഇപ്പം ആണുങ്ങളല്ല പെണ്ണുങ്ങളെന്നല്ല, എല്ലാവർക്കും ഇത് ബേസിക് ആയിട്ട് വേണ്ട റിക്വയർഡ് പ്രോഡക്റ്റ്സ് ആണ്. ബിക്കോസ് നമ്മൾ സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും നമ്മുടെ ഹെൽത്തിനെ നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്രോഡക്റ്റ്സ് എല്ലാവർക്കും, ദാറ്റ് മീൻസ് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഇത് ആവശ്യമാണ്. സോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇത് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. And also please do try to buy these products, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവും. So okay, bye then.